ഹായ് ഗൈസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ US-ൻ്റെ പ്രിപ്പറേഷൻസിൽ അത്യാവശ്യം നന്നായിട്ട് നടന്നു പോകുന്നില്ലേ? അപ്പോൾ ഫെബ്രുവരി 28-നാണ് എക്സാം. ഇനി എങ്ങാണ്ട് 2 വീക്ക് എങ്ങാണ്ട് ടൈമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മാത്തമാറ്റിക്സിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്യണം, എന്നാലേ നമുക്ക് സില്ലി മിസ്റ്റേക്സ് ഒക്കെ കുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ പൈതഗോറസ് തിയറം എന്ന ചാപ്റ്ററാണ്. എന്താണ് പൈതഗോറസ് തിയറം? നമുക്ക് നോക്കാം. പൈതഗോറസ് തിയറം പഠിക്കണമെങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രിയും രണ്ട് ആംഗിൾസ് അക്യൂട്ടുമാകുമ്പോഴാണ് അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. എന്താണ് അക്യൂട്ട് ആംഗിൾസ്? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിളിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആണ്, ഈ ആംഗിൾ ഓൾസോ അക്യൂട്ട് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്താണ് നമുക്കറിയാം. ഈ ഒരു സൈഡിനെ നമ്മൾ പറയുന്നു ആൾട്ടിറ്റ്യൂഡ്. ബേസ് എന്ന് പറഞ്ഞാൽ അടിയിലുള്ള സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയുന്നു. ഏറ്റവും താഴെയുള്ള സൈഡിനെ ബേസ് എന്ന് പറയുന്നു. എന്താണ് ഹൈപ്പോട്ടിന്യൂസ്? ഹൈപ്പോട്ടിന്യൂസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഹൈപ്പോട്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഹൈപ്പോട്ടിന്യൂസ് എന്ന സൈഡ് റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. ഓക്കെ, റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കുന്നു. അതിന് വേറൊരു പെക്യുലാരിറ്റി കൂടിയുണ്ട്. ഹൈപ്പോട്ടിന്യൂസ് ട്രയാങ്കിളിലെ ഏറ്റവും ലാർജസ്റ്റ് സൈഡാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ 3 സൈഡ് തന്നാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ അതിലെ ഏറ്റവും ലാർജസ്റ്റ് സൈഡിനെ ഹൈപ്പോട്ടിന്യൂസ് ആണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ. ഇനി എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടിന്യൂസിനെ നമ്മൾ H എന്ന് വിളിക്കുകയാണെങ്കിൽ, ആൾട്ടിറ്റ്യൂഡിനെ L എന്ന് വിളിക്കുകയാണെങ്കിൽ, ബേസിനെ B എന്ന് വിളിക്കുകയാണെങ്കിൽ, നമുക്ക് പൈതഗോറസ് തിയറത്തിൽ പറയാം H സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഓക്കെ, ഇതാണ് പൈതഗോറസ് തിയറം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. H സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ നമുക്ക് കൺസെപ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആകും. The lengths of the side of some triangles are given below. Which of these form a right angle triangle? ചുവടെ കുറേ ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളം കൊടുത്തിരിക്കുന്നു. ഇവയിൽ ഏതാണ് മട്ട ത്രികോണമാകുന്നത്? മട്ട ത്രികോണം എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഓപ്ഷനിലും ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൻ്റെ ലെങ്ത്തിൽ നിന്നും നമ്മൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് ഗസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ ഗസ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് H സ്ക്വയർ ഈക്വൽ L സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആകുമ്പോൾ അത് റൈറ്റ് ആംഗിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ തിരിച്ചും പറയാൻ പറ്റും. എന്ന് വെച്ചാൽ H സ്ക്വയർ ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു ട്രയാങ്കിളിൽ H സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെങ്ത് സ്ക്വയർ ഓർ അടുത്ത സൈഡ് ലെങ്ത് സ്ക്വയർ പ്ലസ് വേറെ സൈഡ് ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ 4 ഓപ്ഷൻസും ഞാൻ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓപ്ഷനിൽ തുടങ്ങാം. 1.5 സെൻറ്റിമീറ്റർ, 1.6 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് സൈഡ് ഏതാണ്? 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 2.5 സെൻറ്റിമീറ്റർ or 2.5 സ്ക്വയർ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസിന് നമുക്കൊരു 1.5 എടുക്കാം പ്ലസ് 1.6 സ്ക്വയർ. ബേസിനും ആൾട്ടിറ്റ്യൂഡിനെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. കാരണം സമ്മേഷൻ എന്ന് പറയുമ്പോൾ അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്ന കമ്മ്യൂട്ടേറ്റിവിറ്റി ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ A പ്ലസ് ബി എന്ന് പറഞ്ഞാലും B പ്ലസ് എ എന്ന് പറഞ്ഞാലും സെയിം ആണ്.
So 2.5 square is equal to 1.5 square plus 1.6 square. 2.5 square എന്താ? Or 25 square is 625. അങ്ങനെയാണെങ്കിൽ 2.5 square 6.25. എല്ലാവരും ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പഠിച്ചതല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് വീണ്ടും പോയി പഠിക്കണം. ഓക്കെ, പൈതഗോറസ് തിയറത്തിനും ഇനി എല്ലാ മാത്തമാറ്റിക്സിനും നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഡെസിമലിൻ്റെയും ഫ്രാക്ഷൻ്റെയും മെത്തേഡ്സോ കാൽക്കുലേഷൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1.5 സ്ക്വയർ ഉണ്ടാവും. 15 സ്ക്വയർ 225. അപ്പോൾ 1.5 സ്ക്വയർ 2.25 പ്ലസ് 1.6 സ്ക്വയർ 16 സ്ക്വയർ ആണ് 256. അപ്പോൾ 1.6 സ്ക്വയർ 2.56. ഇനി ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4.81. 4.81 6.25 ഈക്വൽ ആണോ? അല്ല. 6.25 is not equal to 4.81. So we can say that hypotenuse square is not equal to altitude square plus base square. So we can say that these side lengths are not of a right angle triangle. Okay, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. 8 cm, 25 cm, 24 cm. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ലെങ്ത് ഏതാ? 25. So 25 square is equal to 24 square plus 8 square. 25 square എന്താ? 625. 24 സ്ക്വയർ എന്താ? 576 പ്ലസ് 8 സ്ക്വയർ എന്താ? 64. ഇവരുടെ അഡീഷൻ എന്ത് വരും? 625 is equal to 640 അല്ല, which is also wrong because 8 cm, 24 cm, 25 cm നമ്മൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ യൂസ് ചെയ്തപ്പോൾ, പൈതഗോറസ് തിയറം യൂസ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ അല്ല കിട്ടിയത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ സൈഡ് ലെങ്ത്തുകൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് അല്ല. ഓക്കെ, ഇനി നമുക്ക് സി ഓപ്ഷൻ നോക്കാം. 3 cm, 4 cm, 5 cm. ഓക്കെ, സോ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഇക്വൽ ടു, ഹൈപ്പോട്ടന്യൂസ് ഏതാ? 5 cm ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 5 square is equal to 4 square plus 3 square. 5 square എന്താ? 25. 4 square എന്താ? 16 പ്ലസ് 3 square ആണ് 9. 16 പ്ലസ് 9 എന്താ? 25. സോ ഇവിടെ 25 is equal to 25 കിട്ടി എന്ന് വെച്ചാൽ 5 square is equal to 4 square plus 3 square. ഈ സൈഡ് ലെങ്സ് 3 cm, 4 cm, 5 cm പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ ഈ 3, 4, 5 എന്ന ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. 3, 4, 5. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ സി ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഡി ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്യാം. 6, 8, 10. ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഈസ് 10. 10 square is equal to 6 square plus 8 square. 10 square is 100 is equal to 36 plus 64. 36 plus 64 100 ആണ്. ഓക്കെ, സോ നമുക്ക് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 6 cm, 8 cm, 10 cm എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്. 6, 8, 10. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസേഴ്സ് ഏതാ? കറക്റ്റ് ഓപ്ഷൻസ് ഏതാ? സി കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്. ഓക്കെ, സിയും ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Lengths of largest and another side of a triangle, right angle triangle are 29 meters and 21 meters respectively. What is the perimeter? ഒരു മട്ട ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം 29 മീറ്ററും മറ്റൊരു വശം 21 മീറ്ററുമാണ് എങ്കിൽ ചുറ്റളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എന്താണ് ചുറ്റളവ് ഓർ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് വെച്ചാൽ
ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെയും കൂടി സം ആണ്. അപ്പോൾ നമുക്കിവിടെ 2 സൈഡ് തന്നിട്ടുണ്ട്, നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇതിൽ ഏത് സൈഡ് തന്നിട്ടുള്ളത്? ലാർജസ്റ്റ് സൈഡ് 29 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഇത് 29. ഏറ്റവും പിന്നെ വേറൊരു സൈഡ് 21 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് 21 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്താ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി ആ സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ h is equal to 29. ബേസ് എന്താ? ബേസ് നമ്മൾ 21 എടുത്തു. അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താ? h സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. h സ്ക്വയർ ഈസ് 29 സ്ക്വയർ ഈസ് ഈക്വൽ ടു l സ്ക്വയർ അങ്ങനെ തന്നെ നിൽക്കും. ബേസ് സ്ക്വയർ ഈസ് 21 സ്ക്വയർ. എത്രയാണ് 29 സ്ക്വയർ? നമുക്കറിയാം അത് 841 ആണ്. അതവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൽ സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ എന്താ? 441. ഓക്കെ, അപ്പോൾ എൽ സ്ക്വയർ എന്താകും? 841 മൈനസ് 441 വിച്ച് ഇസ് ഈക്വൽ ടു 400. അപ്പോൾ നമുക്ക് കിട്ടി എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 400. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്താ? 20 സെൻറ്റിമീറ്റർ. അത് നമുക്ക് കിട്ടും. ഈ സൈഡ് 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് നമുക്ക് 20 എന്ന് മാർക്ക് ചെയ്യാം. 29, 21, 20. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് പെരിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ഒന്നുമില്ല, നമ്മൾ എല്ലാ ആംഗിൾസും ഓർ എല്ലാ സൈഡ്സും കൂട്ടിയാൽ മതി. എൽ പ്ലസ് ബി പ്ലസ് എച്ച്. 20 പ്ലസ് 21 പ്ലസ് 29. ഇത് എത്ര വരും? 70 കിട്ടും. 70 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ. സോ ആൻസർ സി 70 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പൈതഗോറസിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, ബൈ.